നമുക്ക് വിചാരിക്കായിരുന്നു ഓക്കെ എൻ്റെ ബിസിനസ് ഞാൻ അത്യാവശ്യമൊക്കെ ബിൽഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഇതിങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി, എനിക്കിപ്പോൾ ഇനി പ്രത്യേകിച്ച് മാർക്കറ്റ് ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല, ഇനി പുതിയ കസ്റ്റമേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ചിന്തിക്കാനുള്ളൊരു ഓപ്ഷൻ ഇനി അങ്ങോട്ടില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഓക്കെ കോമ്പറ്റീഷൻ അങ്ങനെയാണ്, കസ്റ്റമേഴ്സ് ഒബ്ജക്ഷൻ പറയും എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ബ്ലോക്ക്. അന്നേരം ആ ഒരു ബ്ലോക്ക് മാറുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മാർക്കറ്റിങ്ങിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം നമ്മൾ പണ്ടത്തെ ഒരു ബിസിനസ് മോഡലല്ല ഇപ്പം നമ്മൾ മുമ്പോട്ട് പോകുന്നത്. നമുക്ക് നിങ്ങളതെല്ലാം എല്ലാ ഇൻഡസ്ട്രീസിലും നിങ്ങളത് ഫേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. നമുക്കറിയാം പല ലാർജ് കോർപ്പറേറ്റ്സ് വരുന്നു, നമ്മുടെ കോമ്പറ്റീഷൻ ഈറ്റപ്പ് ചെയ്യുന്നു, മാർക്കറ്റ് ഷെയർ കൊണ്ടുപോകുന്നു. അന്നേരം ഗ്രോത്ത് ഈസ് നോ മോർ ആൻ ഓപ്ഷൻ. നമുക്ക് നേരത്തെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കായിരുന്നു ഓക്കെ എൻ്റെ ബിസിനസ് ഞാൻ അത്യാവശ്യമൊക്കെ ബിൽഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഇതിങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി, എനിക്കിപ്പോൾ ഇനി പ്രത്യേകിച്ച് മാർക്കറ്റ് ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല, ഇനി പുതിയ കസ്റ്റമേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ചിന്തിക്കാനുള്ളൊരു ഓപ്ഷൻ ഇനി അങ്ങോട്ടില്ല. കാരണം പല ലാർജ് കോർപ്പറേറ്റ്സും അഗ്രസീവായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ യു എയ്തർ ഗ്രോ ഓർ യു ഡൈ. അതായത് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അൺഫോർച്ചുനേറ്റ്ലി ഇനിയില്ല. കാരണം നമുക്ക് ഒന്നെങ്കിൽ മാർക്കറ്റ് ചെയ്ത് പുതിയ കസ്റ്റമേഴ്സിലേക്ക് എത്താം, പുതിയ മാർക്കറ്റ് സെഗ്മെൻറ്റുകളിലേക്ക് എത്താം, നമ്മുടെ വോളിയം കൂട്ടാം, നമ്മുടെ മാർക്കറ്റ് ഷെയർ കൂട്ടാം. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ആ മാർക്കറ്റ് ഷെയർ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കരുത്, ആ മാർക്കറ്റ് ഷെയർ മറ്റാളുകൾ കൊണ്ടുപോകും, മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകൾ കൊണ്ടുപോകും. അന്നേരം കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബഡ്ജറ്റ് മാറ്റി വെക്കുക എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പല ആളുകളും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പരസ്യമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കത്തില്ലേ, ഇല്ലേ? എപ്പോഴാണ് കൊടുക്കുന്നത്? സെയിൽസ് കുറച്ച് സീസണൽ ആയിട്ടുള്ള സംഭവങ്ങൾക്ക് സീസണിൻ്റെ സമയത്ത് കൊടുക്കും, പിന്നെ സെയിൽസ് കുറച്ച് ഡിപ്പ് ചെയ്യുമ്പം എന്നാൽ എന്തെങ്കിലും ഒരു പരസ്യം കൊടുത്തേക്കാം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറയാം, നമ്മൾ മാർക്കറ്റിങ്ങിനകത്തെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, VCP പ്രോസസ്സ്. VCP പ്രോസസ്സ് എന്ന് പറയുന്നത് വിസിബിലിറ്റി, ക്രെഡിബിലിറ്റി, പ്രോഫിറ്റബിലിറ്റി. വിസിബിലിറ്റി, ക്രെഡിബിലിറ്റി, പ്രോഫിറ്റബിലിറ്റി. അതായത് നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, കുറച്ച് ബഡ്ജറ്റ് നമ്മൾ മാറ്റി വെക്കുന്നു. ഇതിൻ്റെ റിട്ടേൺസ് കിട്ടുന്നത് കുറച്ച് ടൈം എടുത്തിട്ടാണ്. അതായത് ആദ്യം നമ്മൾ മാർക്കറ്റ് ചെയ്ത് ഉടനെ ഇതിൻ്റെ പരസ്യം കണ്ട് നമ്മൾ കുറേ ആളുകൾ വരുമല്ല. നമ്മൾ ഇനിഷ്യലി നമ്മൾ എന്ത് ചെയ്യണം, ഇനിഷ്യലി ഓക്കെ ഇങ്ങനെ ഒരു ബ്രാൻഡ് ഇവിടെയുണ്ട്, ഇങ്ങനെ ഒരു സർവീസ് ഇവിടെയുണ്ട്, ഇങ്ങനെ ഒരു കമ്പനി ഇവിടെയുണ്ട്, ഈ വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് ഓക്കെ ഓൺ എ റിപ്പീറ്റഡ് ജേർണി നമ്മളിത് പല ആളുകളായിട്ട് കണ്ട് വരുമ്പോഴത്തേക്കും അവർക്ക് എന്ത് വരും, ഓക്കെ ഈ ഒരു ബ്രാൻഡുമായിട്ട് ഒരു കണക്ഷൻ വരും, ഒരു ക്രെഡിബിലിറ്റി അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവും. ഈ ക്രെഡിബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഈ മാർക്കറ്റിങ്ങിൻ്റെ റിട്ടേൺസ് നമുക്ക് എക്സ്പോണൻഷ്യൽ ആയിട്ട് കിട്ടുന്നത്. ഇതൊരു സ്ട്രെയിറ്റ് കർവ് അല്ല. അതായത് ഓക്കെ എക്സ്പെൻസ് കൂടുന്നതനുസരിച്ച് എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കൂടുന്നു, ഈ രീതിയിലല്ല. ഇനിഷ്യലി ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുമ്പം ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഇതെന്ത് ചെയ്യും, എക്സ്പോണൻഷ്യൽ ആയിട്ട് വളരും. അന്നേരം നമ്മൾ പലപ്പോഴും ചെയ്യുന്നതിനകത്ത്, നമ്മൾ മാർക്കറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനകത്ത് പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഒരു മാസം ചെയ്യുന്നു, അവിടെ നിർത്തുന്നു, പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു പരസ്യം ഇടുന്നു, അവിടെ നിർത്തുന്നു. ഇതിനൊന്നിനും നമുക്ക് എന്ത് കിട്ടുന്നില്ല, റിട്ടേൺസ് നമുക്ക് കിട്ടുന്നില്ല, വേണ്ടത്ര റിട്ടേൺസ് കിട്ടുന്നില്ല. പല ആളുകളും മാർക്കറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് നിർത്തുന്നതിൻ്റെ കാരണം വേണ്ടത്ര റിട്ടേൺസ് കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷെ ആദ്യത്തെ മാസം കിട്ടത്തില്ല. നിങ്ങളെപ്പോലെ എത്ര കമ്പനികൾ പുറത്തുണ്ട്, നിങ്ങളെ ഒരു പരസ്യം കണ്ടതിൻ്റെ ഉടനെ ഒരു കസ്റ്റമർ നിങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അന്നേരം ഇതൊരു കണ്ടിന്യൂസ് ജേർണി ആണെന്നുള്ള മനസ്സിലാക്കുക. അന്നേരം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിംഗ് എക്സ്പെൻസിനെ ആ ഒരു രീതിയിൽ ട്രാക്ക് ചെയ്യണമെന്ന് പറയുന്നത്. കാരണം എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള റിട്ടേൺസ് അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ ഓവർ എ പീരീഡ് അതെന്ത് ചെയ്യും, ഈ മാർക്കറ്റിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്യും, താഴോട്ട് വരും. ആസ് എ പെർസെൻറ്റേജ് താഴോട്ട് വരും. നമ്മൾ 10,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ മാസം കിട്ടുന്ന ചിലപ്പം 1,00,000 രൂപ സെയിലാണെന്നുണ്ടെങ്കിൽ ഒരു 2 കൊല്ലം ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് പറയുന്നത് ചിലപ്പം 10 മടങ്ങായിരിക്കാം. അത് ഇപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പല ബ്രാൻഡുകൾ, ഏതെങ്കിലും ബ്രാൻഡുകൾ അവരുടെ പരസ്യം നിർത്തിയിട്ടുണ്ടോ? കല്യാൺ ജ്വല്ലേഴ്സ് ആവശ്യത്തിന് സെയിലായി, എല്ലാ ആൾക്കാർക്കും അറിയാം. ഒരു പരസ്യം നിർത്തിയോ? ഇല്ല. കാരണം എന്തുവാണ്, ഇഫ് യു ആർ ഔട്ട് ഓഫ് ദ മൈൻഡ് തീർന്നു. അതായത് നമ്മൾ കസ്റ്റമറിൻ്റെ മൈൻഡിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രസൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. അന്നേരം അതിൻ്റെ റിട്ടേൺസ് നമ്മൾ ആ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന്, നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതല്ല, എക്സ്പെൻസിൻ്റെ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ് റവന്യൂസ് എന്ന് പറഞ്ഞു. അന്നേരം ആ എക്സ്പെൻസിൻ്റെ എഫിഷ്യൻസി കൂടണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് പറ്റുന്ന ഒരു ബഡ്ജറ്റ്, ഇത് മേ ബി ബിസിനസ് തുടങ്ങുന്ന സമയത്ത് വലിയൊരു എമൗണ്ട് ഒന്നും മാറ്റി വെക്കാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് പറ്റുന്ന ഒരു ബഡ്ജറ്റ് വെച്ച് എന്ത് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മൾ മാർക്കറ്റിംഗിൽ സ്പെൻഡ് ചെയ്യുമ്പം there are 3 C's of marketing. ഒന്ന് ചാനൽ, 2 കണ്ടന്റ്, 3 കൺസിസ്റ്റൻസി. നിങ്ങൾ ഏത് ചാനലിൽ കൂടെയാണ് നിങ്ങൾ പരസ്യം ചെയ്യേണ്ടത്? നമുക്ക് ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പ്രിന്റ് മീഡിയ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഉണ്ട്, ഒരുപാട് ചാനലുകളുണ്ട്. ഒരു ഇൻഡസ്ട്രിക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ചാനൽ ആയിരിക്കണമെന്നില്ല മറ്റൊരു ഇൻഡസ്ട്രിക്ക്. അന്നേരം ഇതൊക്കെ ഒരു ട്രയൽ ആൻഡ് എറർ ആണ്.
ഇതെല്ലാം ഒരു ട്രയൽ ആൻഡ് എറർ ആണ്. നമ്മൾ മേ ബി ആദ്യം കുറച്ച് ഫേസ്ബുക്കിൽ പോയിട്ട് പരസ്യം കൊടുക്കും, പത്രത്തിൽ കുറച്ച് പരസ്യം കൊടുക്കും. അന്നേരം അതുകൊണ്ടാണ് ഈ എക്സ്പെൻസുകളുടെയൊക്കെ റിട്ടേൺസ് നമ്മൾ കൃത്യമായിട്ടും ട്രാക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അതായത് ഏത് ചാനലാണ് നമ്മുടെ റൈറ്റ് ചാനൽ എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിന് പറ്റിയ റൈറ്റ് കണ്ടന്റ്. കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ തന്നെ പല കമ്പനികളുടെയും പരസ്യം പല രീതിയിലാണ് അല്ലേ. ചില ആളുകൾ ഫണ്ണി ആയിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, പല ആളുകൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അന്നേരം നമ്മുടെ റൈറ്റ് ചാനൽ ഏതാണെന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ റൈറ്റ് കണ്ടന്റ് ഏത് രീതിയിലുള്ള പരസ്യങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കി അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് എക്സ്പെൻസിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അന്നേരം ഇതും എഗെയിൻ ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻഡസ്ട്രി ഇത് മാറും. കാരണം ചെറിയൊരു ടിക്കറ്റ് സൈസ് ഉള്ള ഒരു സാധനത്തിന് ഓക്കെ ഇനിഷ്യൽ പരസ്യം ഇടുമ്പോൾ തന്നെ ഓക്കെ ഒരു ടെക്സ്റ്റൈൽസിൽ ഒരു തുണി ഓൺലൈനായിട്ട് വിൽക്കുന്ന ഒരു സാധനത്തിന് ഇനിഷ്യലി നമ്മൾ പരസ്യം ഇടുമ്പോൾ തന്നെ ചിലപ്പോൾ എന്ത് കിട്ടും, റിട്ടേൺസ് കിട്ടും. എന്നാൽ അതേസമയം ഒരു റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും കോടികളായിരിക്കും ചിലപ്പോൾ ഒരു ടിക്കറ്റ് സൈസ്. അത് 1 കോടി ഒക്കെ സ്പെൻഡ് ചെയ്യുന്ന ഒരു കസ്റ്റമർ ഒരു പരസ്യം കൊണ്ട് അതിൻ്റെ ഉടനെ വരുമോ? ഇല്ല. അന്നേരം അത് ഡിപ്പെൻഡിങ് ഓൺ ദി ഇൻഡസ്ട്രി. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും മറ്റാളുകളുമായിട്ട് കമ്പയർ ചെയ്തതെന്ന് പറയുന്നത്. ഇനി കമ്പയർ ചെയ്യുമ്പോഴും കമ്പയർ ചെയ്യേണ്ട ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുക, നമ്മളെപ്പോലുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ഓക്കെ 10 കൊല്ലമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളെയും നിങ്ങളെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ഓക്കെ അയാൾക്ക് അത്രയും റവന്യൂ ഉണ്ട്, അയാൾ 10 കൊല്ലം കൊണ്ട് അഡ്വാൻസ് ഉണ്ടാക്കിയതാണ്. നമ്മൾ ഈ 2ാമത്തെ കൊല്ലം ബിസിനസ് ചെയ്തിട്ട് എനിക്ക് അതുപോലെ ആകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. വെൽത്ത് ക്രിയേഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് ടൈം. നമ്മൾ എത്ര ടൈം നമ്മൾ മാർക്കറ്റിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നോ, എത്ര ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അത്ര മടങ്ങായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺസ്.